ആ കാണുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അടുത്ത എപ്പിസോഡ് തുടങ്ങുകയാണ്. അടിച്ചു വിടരുത്, സ്കിപ്പ് ചെയ്യാതെ കാണണം. വരാം വണ്ടി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ടെമ്പിൾ ലക്ഷ്യമാക്കി പോവാണ്. ആ കാണുന്നതാണ് ടെമ്പിൾ. ആ ഫാമിലി വന്നിട്ട് പോകുന്നില്ലേ, അവർ ടെമ്പിൾ. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ഉള്ള ഒരു കാഴ്ചയൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. ഒന്നുമില്ല അല്ലേ, പഴയ ഓൾഡ് ടെമ്പിൾ ആയിരിക്കും, വളരെ പഴക്കമുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നു. ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ ഈ വണ്ടിയിൽ ആളെ ചോദിക്കാം ഇങ്ങോട്ട് വല്ല വ്യൂ പോയിന്റ് ഉണ്ടാന്ന്. இந்த பக்கம் வியூ பாயிண்ட் வல்ல இருக்குதா? ஏங்க சார், இந்த பக்கத்துல வியூ பாயிண்ட் மஞ்சக்கோட்டை வியூ பாயிண்ட் இருக்கு. மஞ்சக்கோட்டை எத்தனை கிலோமீட்டர் இருக்குது? இதெல்லாம் 2 கிலோமீட்டர் வரும். அப்போ போட்டுமா, நேராக போயா போதுமா? போகலாம் சார், போவோம். அதுக்கு இந்த பக்கம் வேற ஏதாவது மேலே போய் மேலே டெம்பிள் போய் மேலே அதாவது நேராக ஒரு ரோடு போயிருக்குங்களா, நாகலூர் அங்க அந்த பக்கம் அங்கே வந்து கரெக்டாக வியூ பாயிண்ட் இருக்குது. ராஜேஸ்வரி டெம்பிள் இருக்குது. ராஜேஸ்வரி டெம்பிள் இப்போ பார்த்தேன். மெயின் சேருவான் டெம்பிள். ஓ, ராஜேஸ்வரி டெம்பிள் வேற இல்லையா? இது வந்து நாகலூர் கரெக்டாக வியூ பாயிண்ட். அதில் சிவன் கோயில் 2 கோயில் இருக்கு அந்த வழியில், அது பார்க்கலாம். இந்த சைடில் போனாங்களோ அது ஒரு தான் இருக்கு. ഇത് இந்த 2 കിലോമീറ്റർ താണ്ടി 2 കിലോമീറ്റർ വ്യൂ പായിന്റ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ടെമ്പിളിലല്ല ഞങ്ങൾ പോയത്, വഴി തെറ്റി. റോഡൊന്നും ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു. ആ ഡ്രൈവർ പറഞ്ഞു അങ്ങോട്ട് നല്ല വ്യൂ ഉണ്ടെന്ന്. പക്ഷേ വണ്ടി പിന്നെ അവൻ്റെ വണ്ടിക്ക് പോകാൻ പറ്റുന്ന റോഡായിരിക്കും. നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ റിട്ടേൺ എടുത്ത് ഇതുവഴി പോയാൽ ബാംഗ്ലൂർ പോകാം അല്ലേ? ഏർക്കാട് ബാംഗ്ലൂർ റൂട്ടാണ്. അപ്പോൾ ഒരു ട്രിപ്പ് പറഞ്ഞവർക്ക് ഏർക്കാട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ബാംഗ്ലൂർക്ക് ടച്ച് ചെയ്ത് പോയാൽ ബാംഗ്ലൂരിൽ നിന്ന് ഏർക്കാട് വരുന്നവർക്ക് സേലം ടച്ച് ചെയ്യണം. ബാംഗ്ലൂർ പോകണമെങ്കിൽ ഇതുവഴി പോയാൽ മതി, സേലത്ത് പോകണ്ട. നമുക്ക് നാട്ടിൽ പോവാം. ബാംഗ്ലൂർ പോകണമെങ്കിൽ ഇപ്പൊ ഇതുവഴി അങ്ങ് പോയാൽ സേലം പോവാതെ നേരെ ഇതുവഴി അങ്ങ് പോകും. സംഭവം ഈ രാഘവമാസ്റ്ററും മറ്റ് മാസ്റ്റർ എല്ലാവർക്കും ഭയങ്കര ബഹുമാനം, ഭയങ്കരമായ പിന്നെ ഒരു ആരാധനയൊക്കെ ആയിരുന്നു. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് ഇവളുള്ള ചുണ്ടും മറ്റേ ചെല്ലാം വിരിച്ചിട്ടേ അതേപോലെ നടക്കുന്നുണ്ട്. ഈ കംപ്ലീറ്റ് ഈ അവരെ എഴുത്തുകാരൻ ഈ പിന്നെ ഇപ്പൊ തന്നെ പാട്ടിൽ കണ്ട നിന്റെ മിഴിയിൽ നീലോൽപ്പഴം നിന്നുടെ ചുണ്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് യുവമാരെല്ലാം പെണ്ണുങ്ങളെ പറ്റി വർണ്ണിച്ചല്ലാതെ എഴുതൂല. ഈ ലോകത്ത് എവിടെ നോക്കിയാലും നോക്കുക സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് എഴുതും. അത് പാട്ടായാലും ശരി, കവിതയായാലും ശരി, മറ്റായാലും ശരി. പുരുഷന്മാരെ വർണ്ണിച്ചുകൊണ്ട് എഴുതി ഏതെങ്കിലും ഒരു കവിതയെ ഒരു പാട്ടാ പറഞ്ഞു തരാമോ? അത് ശരിയാണ്. നിങ്ങളുടെ അഭിപ്രായം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഈ പാട്ടില് ചുണ്ടിനെ കുറിച്ചൊക്കെ പറയാം. നമ്മുടെ ഇപ്പൊ നമ്മള് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഭാര്യയെ കുറിച്ചൊക്കെ ചിന്തിച്ച് എന്താണ് പറയാനുള്ളത്? ചില സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഗാന്ധാരി മുളകറി ചുണ്ടി തേച്ച് കൊടുത്താൽ മുടി നീട്ടി വളർത്തിയ മുടിയെ കുറിച്ചായിരുന്നു. സ്ലീവ്ലെസ് ബനിയനിട്ട സ്ലീവ്ലെസ് അതിനെ കുറിച്ച്. ഈ പാവപ്പെട്ട നമ്മളൊരു മുണ്ടെടുത്തോണ്ട് പോയ അല്ലെ മീശ ഒന്ന് മുറുക്കി വെച്ച് പോയ ആണുങ്ങൾ ഒന്നും ആണുങ്ങളെ കുറിച്ച് ഒന്നും പറയാൻ ആണുങ്ങളെ വെറും വേസ്റ്റ്. എന്നാ ഇവള് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുന്നതിനെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് അവസാനം എന്തെങ്കിലും പറയുമ്പോ നമ്മളെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുമ്പോഴേ അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത്ര ശല്യമാണ് വീട്ടിലല്ലേ? അതനുസരിച്ച് കാണുന്ന വിശക്കലക്കി തരും. വിശക്കലക്കി തരുമല്ലേ? ഇയാളെ തന്നെ ജീവിക്കണ്ടേ? അത് പറഞ്ഞതൊക്കെ പറഞ്ഞതുപോലെ ഇവരെ എഴുത്തുകാരെ കുറിച്ചുള്ള അഭിപ്രായം ഇതാണ്. അവർ ഇനിയെങ്കിലും നിങ്ങളൊക്കെ ആണുങ്ങളെ കുറിച്ച് കുറച്ച് എഴുതി അല്ലേ? തീർച്ചയായിട്ടും. ഈ ആണുങ്ങൾ അത്രയും അവശ്യ കാമുകന്മാരാക്കിക്കൊണ്ട് സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് സ്ത്രീകളെ വർണ്ണിച്ചുകൊണ്ട് പിന്നെ പുരുഷന്മാരെ മൊത്തമായ അവശ്യ കാമുകന്മാര് അല്ലെങ്കിൽ മറ്റ് സ്ത്രീ ലമ്പടന്മാര് ഇതാക്കിക്കൊണ്ടാണ് ഇവരൊക്കെ എഴുതുന്നത്. ഇവരെ പറ്റി ഇത്രയും വർണ്ണിച്ചത് എന്തിനാണ് ഇരിക്കുന്നത്?
അത് മാത്രമല്ല നമ്മൾ ഈ ചില അധ്വാനിക്കുന്ന ഒരു 6 ദിവസം അധ്വാനിച്ച കാശ് കൊണ്ട് വീട്ടിൽ കൊടുത്തിട്ട് 7-ാം ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ 2 എണ്ണം അടിക്കും. അടിച്ചതിന് അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇത് ദിവസം ഇത് തന്നെ ജോലിയാണ്. ഒരു ഉദാഹരണം നോക്ക്, ഈ ആടുജീവിതം എന്നുള്ള ബിന്യാമി നോവൽ എഴുതി ആടുജീവിതത്തിൽ അനുഭവിച്ച നജീബ് ഈ ചിത്രം നിർമ്മിച്ച് തിയേറ്ററിൽ വന്ന് കോടിക്കണക്കിന് രൂപ യുവമാരെല്ലാം ഉണ്ടാക്കി. അപ്പോഴാണ് നജീബിനെ പറ്റിയുള്ള ഓർമ്മ വന്നത്. അതിനു മുമ്പ് ആടുജീവിതം അഭിനയിച്ച് പിന്നെ അനുഭവിച്ച നജീബിനെ പറ്റി ഇവരാരും അന്വേഷിക്കുകയോ ഇവര് പോയി കാണുകയോ അവനൊരു സംരക്ഷണം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പടം ഇങ്ങനെ വിജയിച്ചില്ലെങ്കിൽ ഈ നജീബിനെ വിളിച്ചുകൊണ്ട് വരികയും ഈ സെലിബ്രിറ്റിയായ പൃഥ്വിരാജിന്റെയും മറ്റവരെയൊക്കെ കൂടെ നിന്നും കൊണ്ട് അവനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയും അവരെയൊക്കെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുള്ളൂ. ഇതിനു മുമ്പ് നജീബ് ഇവിടെ ജീവിച്ചില്ലേ? ഈ ടെമ്പിള് കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങ് മലയുടെ മുകളിൽ കയറി പോയത്. അവിടുത്തെ ടെമ്പിളും കണ്ടു. ഇതാണ് ടെമ്പിളിന്റെ കുറച്ച് ഷോട്ട് എടുപ്പിച്ചത്. കൊള്ളാം, മനോഹരമായ ഒരു ടെമ്പിളിനെ കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. നടന്ന് തളർന്നതുകൊണ്ട് അവരൊന്നും വന്നില്ല, വയസ്സായ ആൾക്കാരല്ലേ. അവര് സ്റ്റോറിയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ കണ്ടതിന് ശേഷം ഇവിടെ നിന്ന് തിരിച്ച് ബോട്ടിങ്ങിന് പുറപ്പെടുകയാണ്. മാമ പറഞ്ഞ വഴിയിൽ നൊങ്കിന്റെ ബാച്ചിനെ കണ്ട് ഇവിടെ നൊങ്ക് അടിച്ചേ പറ്റുള്ളൂ. എന്തായാലും നോക്കാം, ഇത് നൊങ്കൊക്കെ കഴിക്കാം. ഇതൊരു വ്യൂ പോയിന്റും കൂടെയാണ് കേട്ടാ. അങ്ങനെ വരുന്ന വഴിയിൽ നൊങ്ക് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഓസിന് ഒരു വ്യൂ പോയിന്റും കൂടെ കണ്ടു. മാമ ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടാ. അവിടെ തന്നെ അവൻ നൊങ്ങിക്കൊണ്ട് കേട്ടോ. നിങ്ങൾ ഇവിടെയും വന്നോ? നൊങ്ക് കഴിക്കാൻ വന്നപ്പോ ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ വീണ്ടും കണ്ടു. എന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര അവിടെ നിന്ന് തിരിച്ചു. സ്ത്രീകളെന്ന് പറയുന്നത് പൊതുവെ ഉദ്ദേശിക്കുന്നത് അവർക്ക് സ്ത്രൈണ സ്വഭാവമുണ്ട്. സ്ത്രൈണ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ പെണ്ണുങ്ങൾക്കുള്ള ഒരു ഇതാണ്. ഒരു കുണുങ്ങല് ഇതൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് സ്ത്രൈണ സ്വഭാവമുള്ള സ്ത്രീകളാണ്. അപ്പൊ അവര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദാമിന്റെ വാരിയിൽ ഊരിയാണ് അവരെ സൃഷ്ടിച്ചത്. അതൊരു തരം വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ അത് വളയ്ക്കാൻ നിങ്ങള് ഒടിക്കാൻ നോക്കരുത്. വളയ്ക്കുക, വളച്ച് ഇങ്ങനെ കൊണ്ടുപോവുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മള് രാത്രി ചിലപ്പോ 2 എണ്ണം ഞാൻ അടിക്കുമെന്നല്ല പറയണത്, 2 എണ്ണം അടിച്ചിട്ട് നമ്മള് രാത്രി വീട്ടിൽ പോവുകയാണ്. നമ്മള് കാളിയും ബെല്ല് കൊടുത്തു. പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കഥവ് തുറന്ന് തന്നെ നമ്മളൊരു 2 ഡയലോഗ് തെറിയും വിളിച്ചിട്ട് എന്താ നീ ഇത്ര നേരം എന്ത് ചെയ്തു? അതല്ല, എന്തടേ ഇത് ലേറ്റായി, അത് ഞാൻ ടോയ്ലറ്റിലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലേ? വളരെ സൗമ്യമായിട്ട് ഭാര്യയായിട്ട്. അതാണ് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞത്. രാത്രി നമ്മള് സ്വാഭാവികമായിട്ട് പുരുഷന്മാര് ഇപ്പൊ അധികം അടിച്ചിട്ട് പോവുകയാണ്. 10 മണിക്ക് ആ വീട്ടിൽ പോയി ഗേറ്റ് തുറന്ന് ബൈക്ക് എടുത്ത് നേരെ വീട്ടിനകത്ത് വെച്ച് ഗേറ്റൊക്കെ പൂട്ടിയിട്ട് നേരെ കാളിംഗ് ബെല്ല് കൊടുക്കുകയാണ്. അപ്പൊ ഫ്രണ്ടിൽ ഒന്നിൽ കൊളാപ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡോറായിരിക്കും. ഇത് തുറക്കാൻ ലേറ്റ് ആവും. നമ്മള് വാച്ച് നോക്കുക, 5-10 മിനിറ്റ് ലേറ്റ് ആയി. പിന്നെ കഥവ് തുറക്കുകയാണ്. കഥവ് തുറന്നിട്ട് സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് എന്താടി 2 ഡയലോഗ് അടിച്ചിട്ട് 2 ചീത്തയൊക്കെ വിളിച്ചിട്ട് ഇത്ര നേരമാണ് തുറക്കാൻ. ഞാൻ 15 മിനിറ്റ് ആയില്ല. അതല്ല, തുറന്നു തന്നെ ഡേ എന്ത് ഞാൻ കുറെ നേരം കൊണ്ട് കാളിംഗ് ബെല്ല് അടിക്കണേ, നീ എവിടെയായിരുന്നു? അത് ചേട്ടാ, അല്ലെങ്കിൽ ഇക്ക ഞാൻ ടോയ്ലറ്റിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് കിടന്ന്. അപ്പൊ ആ വിഷയം അവിടെ തീരെയാണ്. മറിച്ച് നേരത്തെ പറഞ്ഞ ഡയലോഗുകൾ നമ്മൾ അടിക്കുകയാണെങ്കിൽ അവളുടെ സ്വരൂപം പുറത്തെടിപ്പിക്കും. നിങ്ങൾ ഇത്രയും നേരം എവിടെ പോയിരുന്നു, എവിടെയെങ്കിലും പിറക്കെ പോയിരുന്ന, അല്ലെങ്കിൽ അടിച്ചോണ്ട് നിങ്ങളെന്നൊക്കെ പറയണ എന്ന് പറയും. അപ്പൊ അവിടെ ഒരു സംഘർഷ മേഖല ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകളോടുകൂടി നമ്മളെ ഭയത്തോടും സൗമ്യതയോടുകൂടിയും ഞങ്ങളെ സഹിച്ചിരുന്ന് കണ്ടവർക്ക് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും ഇതിന്റെ ബാക്കി രസകരമായ പല കാര്യങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. ഇനി കാണണം, അടുത്ത എപ്പിസോഡും തീർച്ചയായിട്ടും കാണണം.